കണ്ണൂരിൽ 1 കോടി സമ്മാനമടിച്ച ലോട്ടറി ടിക്കറ്റ് തട്ടിയെടുത്തു. സംഭവം ബ്ലാക്കിൽ വിൽക്കാൻ ശ്രമിക്കവേ ഒന്നാം സമ്മാനം കിട്ടുന്ന ലോട്ടറി ടിക്കറ്റുകാരെ തേടി തട്ടിപ്പ് സംഘങ്ങൾ സജീവമാവുകയാണ്. സംസ്ഥാന സർക്കാർ നൽകുന്ന തുകയേക്കാൾ കൂടുതൽ വാഗ്ദാനം ചെയ്ത് ലോട്ടറി ടിക്കറ്റ് കൈക്കലാക്കി സമ്മാനാർഹരെ കബളിപ്പിക്കുകയാണ്. ഇവരുടെ ഒടുവിലത്തെ ഇര പേരാവൂർ സ്വദേശി സാദിഖാണ്. കണ്ണൂർ പേരാവൂരിൽ 1 കോടി അടിച്ച ലോട്ടറി ടിക്കറ്റാണ് തട്ടിയെടുത്തത്. ടിക്കറ്റ് ബ്ലാക്കിൽ വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് വാങ്ങാനെത്തിയവർ തട്ടിയെടുത്തത്. സംഘത്തിൽപ്പെട്ട ഒരാളെ പേരാവൂർ പോലീസ് പിടികൂടി. ഡിസംബർ 30-ന് അടിച്ച സ്ത്രീശക്തി ലോട്ടറിയുടെ 1 കോടി വരുന്ന സമ്മാന തുകയുള്ള ലോട്ടറിയാണ് ഇയാൾ മറിച്ചു വിൽക്കാൻ ശ്രമിച്ചത്. 1 കോടി രൂപ സമ്മാനം ലഭിച്ചാൽ നിയമാനുസൃതമായി ലഭിക്കുന്ന 63 ലക്ഷം രൂപയേക്കാൾ കൂടുതൽ പണം മോഹിച്ചാണ് അദ്ദേഹം ഈ നീക്കം നടത്തിയത്. ലോട്ടറി കരിഞ്ചന്തയിൽ വിറ്റ് മുഴുവൻ തുകയും കൈപ്പറ്റാനായിരുന്നു ശ്രമം. 15 ദിവസത്തോളം ഇയാൾ ഒരു സംഘത്തെ സമീപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഒരു സംഘം ആളുകൾ ലോട്ടറി വാങ്ങാൻ ഏൽക്കുന്നത്. രാത്രി സാദിഖ് ലോട്ടറിയും ഒപ്പം ഒരു സുഹൃത്തുമായി സംഘത്തെ പേരാവൂരിൽ വെച്ച് കണ്ടുമുട്ടി സംസാരിച്ചു. സംസാരത്തിനിടെയാണ് സംഘം ലോട്ടറി ടിക്കറ്റും സാദിഖിന്റെ സുഹൃത്തിനെയും ഒരു വാഹനത്തിനുള്ളിലേക്ക് കയറ്റി തട്ടിക്കൊണ്ടുപോയത്. ടിക്കറ്റ് സുഹൃത്തിന്റെ പക്കൽ നിന്നും പിടിച്ചു വാങ്ങിയതിനു ശേഷം വഴിയിൽ തള്ളിയിട്ടു. തുടർന്ന് സംഘം കടന്നു കളഞ്ഞു. സാദിഖ് നേരത്തെ തന്നെ സംഘവുമായി ബന്ധപ്പെട്ടിരുന്നതിനാൽ പോലീസിന് വളരെ വേഗത്തിൽ ഇവരെ കണ്ടെത്താൻ സാധിച്ചു. സംഘത്തിൽപ്പെട്ട ചാക്കാട് സ്വദേശി ഷുഹൈബിനെയാണ് പേരാവൂർ പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഇയാൾ മുമ്പ് കള്ളപ്പണക്കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. 5 പേരടങ്ങുന്ന സംഘമാണ് പേരാവൂരിൽ ലോട്ടറി പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട് പേരാവൂരിൽ എത്തിയതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. അന്വേഷണം പുരോഗമിക്കുന്നതായും പോലീസ് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ലഭിക്കുന്ന മറ്റൊരു വിവരം 12 ടിക്കറ്റുകൾ അടങ്ങുന്ന സെറ്റാണ് പേരാവൂരിലെ കെ കൃഷ്ണന്റെ ടി റോഡിലെ ധനലക്ഷ്മി ലോട്ടറി സ്റ്റാൾ സാദിഖിന് നൽകിയത്. എന്നാൽ 1 കോടി രൂപ ലോട്ടറി അടിച്ചതോടെ സാദിഖിന് മോഹവലയത്തിലാക്കാൻ കൊടുക്കാൻ വിവിധ തട്ടിപ്പ് സംഘങ്ങൾ പേരാവൂരിലെത്തി. 80 ലക്ഷം മുതൽ വിവിധ തുകകൾ ഓഫർ ചെയ്ത് സാദിഖിനെ കെണിയിൽ വീഴ്ത്തി. ഇത്തരം സംഘങ്ങളിൽ ഒന്നിലാണ് സാദിഖ് പെട്ടത്. ലോട്ടറി തുക സർക്കാരിൽ നിന്ന് ലഭിക്കാൻ മാസങ്ങൾ എടുക്കുമെന്നും സർക്കാർ നൽകുന്നതിനേക്കാൾ 10 ലക്ഷം രൂപ അധികം നൽകാമെന്നുമുള്ള വാഗ്ദാനം ലഭിച്ചതോടെ തട്ടിപ്പ് സംഘത്തിന്റെ വലയിൽ സാദിഖ് തലവെച്ചു കൊടുത്തു. പേരാവൂരിലെ ഏതാനും ചിലരും സാദിഖിനെ മോഹവലയത്തിലാക്കാൻ കൂട്ടുനിന്നു. ഇതേ തുടർന്നാണ് പിന്നോക്കാതെ തട്ടിപ്പ് സംഘത്തിന് ലോട്ടറി കൈമാറാൻ സാദിഖ് തയ്യാറായത്. സമ്മാനാർഹമായ ലോട്ടറി കയ്യിൽ കിട്ടിയ ഉടൻ തട്ടിപ്പ് സംഘം സാദിഖിന്റെ സുഹൃത്തിനെയും കൊണ്ട് രക്ഷപ്പെട്ടെങ്കിലും തട്ടിപ്പ് സംഘങ്ങളായ ഒരാളെ തടങ്കിലാക്കി ചെറുക്കാൻ ശ്രമിച്ച സാദിഖിനെ രക്ഷിക്കാൻ പേരാവൂർ പോലീസിനും കഴിഞ്ഞില്ല. കയ്യിൽ കിട്ടിയ തട്ടിപ്പ് സംഘമായ ചാക്കാട് സ്വദേശി ഷുഹൈബിനെ കാക്കയങ്ങാട് ടൗണിൽ ഇറക്കി വിടുന്നതുവരെ കൂടെ ഉണ്ടായിരുന്ന പേരാവൂർ പോലീസ് വേണ്ടത്ര ജാഗ്രത കാണിച്ചില്ലെന്ന് സാദിഖ് പറയുന്നു. ഇതൊരു പാഠമാണ്. പണത്തിനോട് ആർത്തി കൂടിയാൽ കയ്യിൽ ഇരിക്കുന്നതും പോകുമെന്ന പാഠം. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.